നമസ്കാരം. ആയുർവേദത്തിലും വേദങ്ങളിലും ഒരു വ്യക്തിയുടെ ജീവിതചര്യ സൂര്യദേവനുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്ന് പ്രത്യേകം പരാമർശിക്കുന്നതാകുന്നു. സൂര്യോദയത്തിന് മുൻപ് ഉണരുകയും സൂര്യാസ്തമന ശേഷം ഉറങ്ങണം എന്നും പരാമർശിക്കുന്നത് ഇതിനാലാണ്. സൂര്യൻ ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് ആകുന്നതിനാൽ ഇങ്ങനെ പരാമർശിക്കുന്നതാകുന്നു. എന്നാൽ ഉറങ്ങിയതിന് ശേഷം പലരും അസമയത്ത് അഥവാ അർദ്ധരാത്രിയിൽ പല സമയത്തായി ഉണരുന്നതാണ്. പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാതെ ഉണരുന്നതാകുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു കാര്യവും അതിന് പിന്നിൽ ഒരു കാരണമില്ലാതെ സംഭവിക്കില്ല, നടക്കില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു. പ്രത്യേക സമയങ്ങളിൽ ഉണരുന്നതിന് പിന്നിൽ പ്രത്യേകമായ അഥവാ വ്യക്തമായ കാരണം തന്നെയുണ്ട്. ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. 1 മണിക്ക് നിങ്ങൾ ഉണരുന്നു. ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ പെട്ടെന്ന് ഉയർച്ച, പെട്ടെന്ന് ഒരു മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തന്നിനെയും തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിലകൊള്ളുന്നതായ ദൈവിക ശക്തിയെയും നാം കൂടുതലായി തന്നെ മനസ്സിലാക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉടനെ ഭാവിയിൽ നടക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ സമയം നിങ്ങൾ ചിന്തിക്കുക. ഒരു ലിസ്റ്റായി തന്നെ തയ്യാറാക്കുന്നതും ഉചിതം തന്നെയാകുന്നു. വിവാഹം, വീട്, ഇഷ്ടത്തൊഴിൽ, സന്താനഭാഗ്യം അങ്ങനെ എന്ത് തന്നെയായിരുന്നാലും അവ ഒരു ലിസ്റ്റായി തന്നെ ഈ സമയം എഴുതി വയ്ക്കുകയാണ് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലായിരിക്കും എന്ന കാര്യം ഓർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഭാവിയിൽ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ 2 മണിക്കാണ് ഉണരുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പെട്ടെന്ന് തന്നെ തീർപ്പാക്കണം എന്നതിൻ്റെ സൂചനയാണ്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം. അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ തീർപ്പാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അത് ദോഷമായി മാറാം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എടുക്കേണ്ടതായ എന്തെങ്കിലും തീരുമാനമുണ്ട് എങ്കിൽ അത് ഇഷ്ടദേവതയെ ഭജിച്ച്, കുടുംബദേവതയെ മനസ്സിൽ ഭജിച്ച് ശരിയായ രീതിയിൽ ആ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെ മുൻപോട്ട് പോകണം എന്നതിനെക്കുറിച്ചോ, തുറക്കപ്പെട്ട 1-ൽ കൂടുതൽ അവസരങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉടനെ തന്നെ തീരുമാനം നിങ്ങൾ കൈക്കൊണ്ടില്ല അഥവാ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനായി നൽകിയ ആ സൗഭാഗ്യം നഷ്ടമാകും, നഷ്ടപ്പെടാൻ പോകുന്നു എന്നതിൻ്റെയും സൂചന തന്നെയാകുന്നു. ഒരു വ്യക്തമായ തീരുമാനം തന്നെ നിങ്ങൾ എടുക്കുക. എന്ത് ചെയ്യണം അതേക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് നിങ്ങൾ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ 3 മണിക്കാണ് ഉണരുന്നത് എങ്കിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ കാരണമായി തീരും. ഇപ്രകാരം ഉണരുവാൻ സാധിക്കുന്നത് പോലും അതീവ ശുഭകരമാണ് എന്ന കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. ആത്മീയപരമായ ഉണർവ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ആദ്യമേ നാം ഓർക്കേണ്ടത്. തിരിച്ചറിയലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. നമ്മെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നതിനെക്കുറിച്ചും നാം ഉടനെ അറിവ് നേടാൻ പോകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ അറിവുകൾ വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നന്മ ആരെല്ലാം ആഗ്രഹിക്കുന്നു എന്നും നമ്മെ ആരെല്ലാം ചതിക്കുന്നു എന്നും വ്യക്തമാക്കുന്നതായ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക.
ആത്മീയപരമായ വികാസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. ആത്മീയപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകടമായി പോകുന്നു, അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകടമായി വന്നു ചേരാൻ പോകുന്നു. പറയുന്നത് നിങ്ങളുടെ ഇഷ്ടദേവത അഥവാ കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതിനാൽ തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നതായ മാറ്റങ്ങളെക്കുറിച്ചാകുന്നു. അതിനാൽ തന്നെ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുന്നത് അതീവ ശുഭകരമായി തീരും. ഇനി അഥവാ നിങ്ങൾ 4 മണിക്കാണ് ഉണരുന്നത് എങ്കിൽ, അഥവാ കണ്ണുകൾ തുറക്കുന്നത് എങ്കിൽ, ചില കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഇപ്രകാരം സംഭവിച്ചത് പോലും അതീവ ശുഭകരമായ ഒരു കാര്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ശക്തമായ അടിത്തറ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശക്തമായ അടിത്തറ രൂപാന്തരം കൊള്ളാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. പ്രപഞ്ച ശക്തിയുമായുള്ള ആത്മീയ ബന്ധം നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക. ഇഷ്ടദേവതയെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക. കുടുംബദേവതയെ വിശ്വസിക്കുക. കൂടാതെ നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ ശുഭകരമായ തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുക. പല രീതിയിലുള്ള മാറ്റങ്ങൾ, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉടനെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ധനപരമായ ചില നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരിക. മനസ്സിലുള്ള പല വിഷമങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയും സന്തോഷം ജീവിതത്തിലേക്ക്, സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെയും സൂചന തന്നെയാകുന്നു. ആഗ്രഹ സാഫല്യത്തെയും സൂചിപ്പിക്കുന്നു. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം സംഭവിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പോകുന്നതും അതിവിശേഷം തന്നെയാകുന്നു. മറ്റൊന്ന് 5 മണിയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഉണരുന്നത് അഥവാ കണ്ണുകൾ തുറക്കുന്നത് 5 മണിക്കാണ് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെളുപ്പിന് ഇപ്രകാരം സംഭവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. ധ്യാനിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം, പിതൃക്കൾക്കും അതേപോലെ തന്നെ കുടുംബദേവതയുടെയും അനുഗ്രഹം ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഏറ്റവും വിശേഷപ്പെട്ടതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനഃശാന്തി, ശരീര സൗഖ്യം വന്നു ചേരുവാൻ ഏറ്റവും ശുഭകരമായ സമയം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനഃശാന്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പല ദുരിതങ്ങളും, ശാരീരികമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഈ സമയങ്ങളിൽ ഉണരുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ശുഭകരമായ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ഉണരുമ്പോൾ പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ നിങ്ങൾ ഓർക്കുക. അറിയാവുന്ന മന്ത്രങ്ങൾ മനസ്സിൽ നിങ്ങൾ ജപിക്കുക, അഥവാ മനസ്സിൽ നിങ്ങൾ സ്മരിക്കുക. ശുദ്ധിയോടെ അഥവാ ശുദ്ധി ആയതിനു ശേഷം ഈ സമയം നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതുമാണ്. ഏത് സമയം നിങ്ങൾ ഉണരുന്നുവോ ആ സമയം അനുയോജ്യമായ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുക. ആ ദിവസം നിങ്ങൾക്ക് എടുക്കേണ്ടതായ തീരുമാനങ്ങൾ ഉണ്ട് എങ്കിൽ ആ സമയം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. മുൻപ് പരാമർശിച്ച സമയങ്ങളിൽ ഉണരുമ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് ഉണർന്നാൽ പിന്നെ ഉറങ്ങരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അഥവാ 3 മണിക്കാണ് ഉണരുന്നത് എന്നിരുന്നാൽ പോലും ഉറങ്ങാതിരിക്കുവാൻ ശ്രമിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. കാരണം ഈ സമയങ്ങൾ അതിവിശേഷപ്പെട്ട സമയം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം നിലവിളക്ക് തെളിയിച്ച്
മന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ സിദ്ധിക്കുന്നതിന് അനുകൂലമായ സമയം തന്നെയാകുന്നു. അതിനാൽ ഫലപ്രാപ്തി വളരെ വേഗത്തിൽ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.